ഓൾ ഗുഡ് ഈവനിങ്. എല്ലാവരും എത്തിയോ? ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഏതാ ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോട്ടോ. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ആദ്യം ചോദിച്ചോളൂ. പിന്നെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇന്നിപ്പോ ആരും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തൊന്നും കണ്ടില്ല. ഏതായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിച്ചോ. ക്വസ്റ്റ്യൻസിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലേ? എത്ര പേര് ജോയിൻ ചെയ്തു? Okay. എന്തായി പഠിത്തം എന്തായി? പഠിത്തം നടക്കണില്ലേ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കണില്ലേ? നിങ്ങൾക്ക് ഓഡിബിൾ തന്നെയല്ലേ? ക്ലിയർ അല്ലേ സൗണ്ട്? ഓക്കെ. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സർ. ഓക്കെ. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. നമ്മൾ 8 വീഡിയോസ് ഡിസ്കസ് ചെയ്തില്ലേ? 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. ഒരു സെക്കൻഡ് കേട്ടോ. ഹലോ, ഒരു 2 മിനിറ്റ് കേട്ടോ. ഒരു കോള് വന്നതാണ്. ഒരു 2 മിനിറ്റ്.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡൗട്ടുള്ള ചോദിച്ചോളി. ചിലപ്പോൾ അത് ഇടയിൽ ഒരു കോൾ വന്നതാണ്, സോറി. പിന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ടുള്ള ചോദിച്ചോ. ഏത് ക്വസ്റ്റ്യനും ഡൗട്ടില്ലേ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഏതെങ്കിലും സ്റ്റെപ്പ് പാർട്ട് 2 7th ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? അല്ലെ കേട്ടില്ല. മോഡ്യൂൾ 1 പാർട്ട് 2 CPR പാർട്ട് 2 7th ക്വസ്റ്റ്യൻ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ആണോ പറഞ്ഞത്? ടിംബർ വുഡൻ ബീം ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ, ഇതല്ലേ അലൻ? ഓക്കെ. അപ്പൊ അതിലെന്താണ് ഡൗട്ട് ഉള്ളത് ചോദിച്ചോ. ഇവിടെ കാണാൻ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഡയമെൻഷൻസ് അല്ലേ ബീമിന്റെ. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത് ബെൻഡിങ് സ്ട്രെസ് ഷുഡ് നോട്ട് എക്സീഡ് 7 Nm/mm² എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് ബീമിന്റെ വിഡ്ത്തും അതുപോലെ തന്നെ ഡെപ്തും ആണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കാം. ടിംബർ വുഡൻ ബീം ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ സപ്പോർട്ട്സ് എ ലോഡ് ഓഫ് 40 kN യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ഓവർ എ സ്പാൻ ഓഫ് 3.6 മീറ്റർ. അത് ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ലോഡ് 40 kN യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സ്പാൻ ഓഫ് 3.6 മീറ്റർ. ഓക്കെ. ഇഫ് ദ ഡെപ്ത് ഓഫ് the beam section is twice the width and maximum bending stress is not to exceed 7 Nm/mm², find the dimensions of the beam section എന്നാണ് ചോദ്യം അല്ലേ? സോ അതെന്താ ചെയ്യാ? എന്താണ് ഡൗട്ട് ഉള്ളത്? എന്താണ് അല്ലെങ്കിൽ അതിൽ ഏത് ഡൗട്ട്? ബാക്കിയുള്ളതൊക്കെ ഞാൻ സാധാരണ ലെങ്ത് കണ്ടുപിടിക്കണം അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഡയമെൻഷൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. ഓക്കെ, ഒന്നുമില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ബീം അല്ലെ, ഒരു ബീം അതിന്റെ സ്പാന് പറഞ്ഞിട്ടുള്ളത് 3.6 ആണ്. 3.6 മീറ്റർ ആണ്. പിന്നെ ബീമിന്റെ സപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ടിംബർ വുഡൻ ബീം ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ സപ്പോർട്ട്സ് എ ലോഡ് ഓഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ സപ്പോർട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആക്കിയിട്ട് എടുത്താൽ മതി. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ആ ബീമിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ലോഡ്, ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ടോട്ടൽ ലോഡ് 40 kN. ടോട്ടൽ ലോഡ് 40 kN ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ സ്പാൻ ഓഫ് 3.6 മീറ്റർ. അപ്പൊ ഈ 40 kN യൂണിഫോം ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ബീമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ബീമിലോട്ട് വന്നിട്ടുള്ള ടോട്ടൽ ലോഡ് 40 kN ആണ്. അത് യൂണിഫോം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇന്റൻസിറ്റി കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി എങ്ങനെ കിട്ടുക? ജസ്റ്റ് ആ മെത്തേഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോ തന്നിട്ടുള്ള എന്താ പറയുക? 40 എന്ന് പറഞ്ഞാല് WL ആണ് അല്ലെ? നമ്മൾ സാധാരണ ഒരു ബീമിൽ ഇങ്ങനെ കാണിക്കാറില്ലേ? അതിലത്തെ W എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? അത് 40/3.6 ആണ്. പിന്നെ യൂണിറ്റ് കൺവേർഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് W. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു 40 എന്ന് പറയുമ്പോൾ WL ആണ്. അത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഈ ബീമിന്റെ
ക്രോസ് സെക്ഷൻ കാണണം. ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസ് എന്ന് വെച്ചാൽ അതിന്റെ ബീമിന്റെ വിഡ്ത്തും അതുപോലെ തന്നെ ഡെപ്തും. ഓക്കെ, അപ്പൊ നമുക്ക് വിഡ്ത്തും ഡെപ്തും കാണുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ബെൻഡിങ് സ്ട്രെസ്, ഈ ഒരു ബീമിന്റെ ബെൻഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ആണ്. അപ്പൊ മാക്സിമം വാല്യൂ അതിന് എത്ര പറഞ്ഞിട്ടുള്ളത് 7 Nm/mm² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ നമ്മളിത് ചെയ്യും എന്നുള്ളതാണ് അല്ലെ. ബേസിക് ഇക്വേഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ആ ബീമിനകത്ത് വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്ര എന്നുള്ളത് നോക്കണം അല്ലെ. മാക്സിമം ബെൻഡിങ് മൊമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമ്മൾ എങ്ങനെ കാണാം, നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ അല്ലെ, നമ്മൾ ബേസിക് ഇക്വേഷൻ എന്താ ബെൻഡിങ് ഇക്വേഷന്റെ M/I = F/y അല്ലെ, F/y അല്ലേ. അപ്പൊ ഇവിടെ F മാക്സ് ആണ്, മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ്. അപ്പൊ അത് കാരണം ഇവിടെ Y മാക്സ് എടുക്കുക. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. അപ്പൊ നമുക്ക് ഇതറിയാം അല്ലെ, F മാക്സ് എത്രയെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പൊ ആദ്യം മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാണണം അല്ലെ. അപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിക് കാര്യമാണ് അല്ലെ. UDL വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെയാണ് വരിക, അതിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക അതിന്റെ സെന്ററിലാണ്. ഇതിന്റെ ഈ ഒരു വാല്യൂ നമ്മൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, WL²/8 ആണ് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ ഒരു മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാണണം. അപ്പൊ M max ഒന്ന് കണ്ടു നോക്ക്, M max = WL²/8 അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. WL² എന്ന് പറയുമ്പോൾ എന്താണ്, WL × L അല്ലെ, /8 എന്ന് ചെയ്യാം. ഇനി ഈ WL എന്താണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ, 40 kN ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും, 40 kN ന്യൂട്ടണിക്ക് മാറ്റാൻ 10³ അല്ലെ. ഇനി ബാക്കി നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു, ബീമിന്റെ ലെങ്ത് എത്രയായിരുന്നുടാ, അത് 3.6 മീറ്റർ ആണ് അല്ലെ. അപ്പൊ 3.6 × 10³ മില്ലിമീറ്റർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് /8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ബീമിനകത്ത് വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കിട്ടും അല്ലെ. ഇതൊന്ന് ചെയ്ത് നോക്കുക ആരെങ്കിലും, എത്ര വരുന്നത്, ചെയ്ത് നോക്കുവോ, എത്ര വന്നേ, .48 ആണ്. എത്ര വന്ന്, 18 അല്ലേ. യെസ്, 18 × 10⁶ ആണോ കിട്ടിയേ? അതെ അതെ. ഓക്കെ, ശരിയാ, ഇവിടെ 5 പോവും, പിന്നെ 18. ഓക്കെ, 18 × 10⁶ എന്ന് കിട്ടും. അത്രയും Nm. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നോക്കേണ്ടതുണ്ട്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എങ്ങനെ കാണും, ബേസിക് ഇക്വേഷൻ എന്താ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ വിഡ്ത്ത് ബിയും അതുപോലെ തന്നെ ഡെപ്ത് ഡിയും ആണെങ്കിൽ അതിൽ വന്നിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ BD³/12 BD³/12 ആണ്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡെപ്ത് 2 times the width ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലെ. ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചാൽ കിട്ടും. അപ്പൊ ആ ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഡെപ്തിന് പകരം 2B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഈ ഇക്വേഷനിൽ ഡെപ്തിന് പകരം 2B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇക്വേഷന് B × 2B³ /12 എന്ന് വരും അല്ലെ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, B × 2³ എത്രയാണ്, 2³ 8, പിന്നെ B³ /12 അല്ലെ. ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ആണെങ്കിൽ 8B⁴/12 എഴുതുകയാണെങ്കിൽ ഇതും കട്ട് ചെയ്തിട്ട് പോകും അല്ലെ. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 4 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2B⁴/3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, വാല്യൂ അല്ല അതിനൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത് നമ്മുടെ ഇക്വേഷനിൽ, F max അല്ലെ. F max നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൺ ആണ്
7 എന്ന് തന്നിട്ടുണ്ട്. ഇനി വൈ മാക്സ് അറിയണം അല്ലെ. അപ്പൊ എന്താണ് വൈ മാക്സ്? ഇങ്ങനെ ഒരു ബീം ആണെങ്കിൽ ആ ബീമിന് ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവും അല്ലെ. ന്യൂട്രൽ ആക്സിസ് ഉണ്ട്. പിന്നെ നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഒരു വേരിയേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഈ ബീമിനകത്ത് വന്നിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ എങ്ങനെ വരിക? ഏറ്റവും മാക്സിമം എവിടെ ഉണ്ടാവുക ബെൻഡിങ് സ്ട്രെസ്? സെന്ററിലല്ലേ ഉണ്ടാവുക അല്ലേ? ബെൻഡിങ് സ്ട്രെസ് സെന്ററിലല്ലേ ഉണ്ടാവുക? എല്ലാവരും പഠിച്ചില്ലേ? ബെൻഡിങ് സ്ട്രെസ് സെന്ററിലല്ല, രണ്ട് എഡ്ജിലാണ് ഉണ്ടാവുക. ഷിയർ സ്ട്രെസ് ആണ് സെന്ററിൽ. ബെൻഡിങ് സ്ട്രെസ് മാക്സിമം വരിക രണ്ട് എഡ്ജിലാണ്, രണ്ട് എൻഡിലാണ്. ഓക്കെ. അപ്പൊ ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ബെൻഡിങ് സ്ട്രെസ് വരുന്ന വാല്യൂക്ക്, അല്ലെങ്കിൽ എവിടെയാണോ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിലേക്കുള്ള ദൂരത്തിനാണ് എന്ത് പറയുന്നത്? വൈ എന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇവിടെയാണ് വരുന്നിട്ടുള്ളത്, എക്സ്ട്രീം എൻഡിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈ മാക്സ്. അപ്പൊ ആ വൈ മാക്സിന്റെ വാല്യൂ എന്ത് വരും? മൊത്തം ഡെപ്തിന്റെ നേരെ പകുതി വരും അല്ലെ. മൊത്തം ഡെപ്ത് ഡി ആണെങ്കിൽ നമുക്ക് വൈ മാക്സ് എത്ര വരിക? d/2 എന്ന് വരും. ഓക്കെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൈ മാക്സ് ഈക്വൽ ടു d/2 എന്ന് കൊടുക്കാം. ഇനി ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഡെപ്ത് 2 ടൈംസ് വിഡ്ത്ത് ആണ് അല്ലെ. അപ്പൊ അത് കൊടുക്കുക, ഒന്നും കൂടി കൊടുക്കുക. അപ്പൊ 2b/2 എന്ന് വരും. അപ്പൊ 2b/2 എന്ന് ചെയ്യുന്ന സമയത്ത് 2 2 കട്ടായി പോയിട്ട് ബാക്കി എന്തുണ്ടാവും? b എന്നുണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇക്വേഷനിൽ അല്ലെ. ഇക്വേഷൻ ഒന്നും കൂടി എഴുതാം. m/i ഈക്വൽ ടു f max by y max. ഇനി നമ്മൾ നേരത്തെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്ര? 18 × 10⁶ അല്ലെ. അപ്പൊ 18 × 10⁶ ഡിവൈഡഡ് ബൈ ഐന്റെ വാല്യൂ എത്രയായിരുന്നു? ഐ 2b⁴/3. 2b⁴/3 ഈക്വൽ ടു എഫ് മാക്സിന്റെ വാല്യൂ 7 ആയിരുന്നു, ഡിവൈഡ് ബൈ വൈ മാക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയത് ബി ആണ്. ബി കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി ഇത് സോൾവ് ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ജസ്റ്റ് ഇവിടെ b⁴ ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട് അല്ലെ. അപ്പൊ അത് കട്ടാവും. പിന്നെ ഇവിടെ ബാക്കി 3 ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ അത് ബാക്കി ചെയ്തൂടെ? അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ 18 × 10⁶ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. പിന്നെ ഈ 3 എന്താവും? മുകളിലോട്ട് പോവും. അപ്പോൾ × 3 എന്നാവും. ഈക്വൽ ടു ഈ ബി ക്യൂബ് അപ്പുറത്തേക്ക് പോവും. അപ്പോൾ b³ പിന്നെ ഈ 7 ഇങ്ങോട്ടേക്ക് വരും, × 7 അല്ലെ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ b³ ഒരു വാല്യൂ കിട്ടും. ഇത് ചെയ്യുമ്പോൾ b³ എത്ര കിട്ടിയത്? തോന്നുന്നു 3.85 × 10⁶ ആണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. നോക്ക്. ഓക്കെ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബി നമ്മൾ എങ്ങനെ കാണാം? ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇത് ചെയ്താൽ മതി. നിങ്ങൾ 3.85 × 10⁶ എന്ന് അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഉണ്ടാവും 1/3 എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ഒരു സംഭവമല്ലേ, അത് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഈ വാല്യൂ അടിക്കുക. പിന്നെ ഇവിടെ എന്ത് ചെയ്യാം? ⁻1/3 എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പോ ഈ ഒരു വാല്യൂ കിട്ടും. നമുക്ക് വിഡ്ത്തിന്റെ വാല്യൂ കിട്ടുക 156.83 mm എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ബീമിന്റെ വിഡ്ത്ത് കിട്ടി അല്ലെ. ഈ ബീമിന്റെ വിഡ്ത്ത് ഇത്രയാണ് കൊടുക്കേണ്ടത്, 156.83 mm. ഈ വിഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡെപ്ത് നമുക്ക് അറിയാം അല്ലെ. ഡെപ്ത് എന്താ? നമുക്ക് റിലേഷൻ പറഞ്ഞിട്ടുള്ള ബീമിന്റെ 2 ടൈംസ് ദ വിഡ്ത്ത് ആണ് ഡെപ്ത്. അപ്പോ 2 × 156.83 ചെയ്യാം. 313.66 mm അത് കിട്ടും. അപ്പോ ഡെപ്തും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ ആണോ? ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു UDL ആണ്. സിംപ്ലി സപ്പോർട്ടഡിൽ UDL വന്നതാണ്. അപ്പൊ ഇനി അത് ഇൻ കേസ് സിംപ്ലി സപ്പോർട്ടഡിൽ ഒരു പോയിന്റിലോടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുള്ളൂ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഈ എമ്മിൽ മാത്രമേ മാറ്റം വരുള്ളൂ അല്ലെ.
സിംപ്ലി സപ്പോർട്ടഡ് ബീമില് ഇത്തരത്തിലൊരു പോയിന്റ് ലോഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ മാക്സിമം എത്ര എടുക്കേണ്ടത്? അത് WL/4 വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ എന്ത് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ? ഈ ഒരു വാല്യൂക്ക് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിലും പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് എഴുതണം കേട്ടോ. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? സാറേ മോഡ്യൂൾ 1-ലെ ആ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഒരു ബീമിന്റെ ഒരു ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് മൊഡ്യൂൾ 1 ആദ്യത്തെ വീഡിയോയിലാണോ രണ്ടാമത്തെ വീഡിയോ? മോഡ്യൂളില്. ഏതാ? ഫസ്റ്റ് മോഡ്യൂളിലെ ആ 10B ക്വസ്റ്റ്യൻ ആണ്. 10B പാർട്ട് ബി ആണ്. പാർട്ട് ബി. ഫസ്റ്റ് മോഡ്യൂളില് ഒരു ബീമിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഒരു ബീമിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 8 മീറ്റർ സ്പാനും ക്രോസ് സെക്ഷൻ 200x400 mm. 7 മാർക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി ഇട്ടിട്ടില്ല. ഞാൻ നോട്ട് ബുക്കിലോട്ട് അങ്ങ് എഴുതി വെച്ചേക്കാണ്. നമ്പർ ഒന്നും ഇട്ടില്ല ക്വസ്റ്റ്യന്റെ. നോക്കട്ടെ. ഒന്നാമത്തെ മൊഡ്യൂൾ തന്നെയാണല്ലോ നിങ്ങൾ പറയുന്നത്? ഫസ്റ്റ് മൊഡ്യൂള്. പാർട്ട് എത്തെ ക്വസ്റ്റ്യൻ ആവും, നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആണോ 6ാമത്തെ ക്വസ്റ്റ്യൻ? പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനകത്ത് അതില മൊമെന്റ് ഓഫ് ഇനേർഷ്യ BdQ/12 കണ്ടുപിടിക്കുമല്ല. അത് ആൻസർ ഞാൻ കാൽക്കുലേറ്റർ അടിച്ചിട്ട് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല. ഞാൻ ചെയ്തെടുത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. അത് BD³ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര വാല്യൂ കിട്ടുന്നത്? നമുക്ക് ആൻസറിലോട്ട് പോയി സ്റ്റെപ്പേ കറക്റ്റ് സ്റ്റെപ്പില്ലായിരുന്നു. അപ്പൊ ഡയറക്റ്റ് ആൻസറിലോട്ട് പോയപ്പോ ഞാൻ സ്റ്റെപ്പ് എഴുതി വന്നപ്പോ ആൻസർ കിട്ടിയില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാന്നേ. ഒന്നുമില്ല, നമ്മുടെ ബീമിന്റെ ക്രോസ് സെക്ഷൻ 200/400 ആണ്. 200/400 ആണ്. അപ്പോ ഇത് വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ റെക്ടാംഗുലർ സെക്ഷന്റെ ബേസിക് ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. BdQ/12. 200 × 400³/12. ഇത് ചെയ്താൽ ആൻസർ കിട്ടേണ്ടതാണ്. എത്ര ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ട് പറയും. എനിക്ക് തോന്നുന്നു നമ്മള് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോ നോക്കുമ്പോ 1.07 × 10⁹ ആണ്. എത്ര കിട്ടുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ? 1.6 ആണ് വരുന്നത്. 1.6 നോക്കാം. ടു ഹൺഡ്രഡ് × 400³ അല്ലെ /12. വാല്യൂ ഇങ്ങനെ വരുന്നത് 1.066 × 10⁹. അപ്പൊ അതിനെ റൗണ്ട് ചെയ്തിട്ട് എഴുതിയെന്നേ ഉള്ളൂ. 1.07 × 10⁹. അത് നമ്മൾ കാൽക്കുലേറ്റർ അടിക്കുമ്പോഴേ ഒരു വലിയ വാല്യൂ അല്ലേ വരുന്നത്. അപ്പൊ അത് 10⁹ ഇങ്ങനെ ആക്കി എഴുതിയെന്നേ ഉള്ളൂ. അതിപ്പോ നിങ്ങൾ ആ വലിയ വാല്യൂ ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക 1066 പിന്നെ 3 6 പിന്നെ ഇങ്ങനെ. അതിനിപ്പോ നിങ്ങൾ ആൻസർ പേപ്പറിൽ അങ്ങനെ എഴുതിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന് ഈ മാറ്റി എഴുതിയെന്നേ ഉള്ളൂ.
ഒന്നുമില്ല, ഇതിന് നമ്മൾ എങ്ങനെ expression. മാറ്റി എഴുതാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി 72369 ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. അപ്പൊ അതിനെ നമ്മൾ എഞ്ചിനീയറിംഗ് ഫോമൊക്കെ ആക്കി എഴുതുന്ന സമയത്ത് ഒന്നുമില്ല, നമ്മൾ ഒരു സയന്റിഫിക് ഫിഗർ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ എഴുതും? 7.2 ഇൻറ്റു 10 എത്ര പോയിന്റ്, ഇവിടെ ഇപ്പൊ നമ്മൾ പോയിന്റ് ഇവിടെ ഇട്ടത് അല്ലെ. അപ്പൊ അത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 1 2 3 4, അപ്പൊ 10⁴ ഇടുക. ആ രീതിയിൽ എഴുതിയെന്നുള്ളൂ. അപ്പൊ അതെങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ഇപ്പോ ഫൈനൽ ആൻസർ കിട്ടിയത് അതുപോലെ തന്നെ എഴുതി വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. വാല്യൂ ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. മൊഡ്യൂൾ 3 രണ്ടാമത്തെ വീഡിയോയിലെ പാർട്ട് സി ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാം, പതുക്കെ പറയാം. മൊഡ്യൂൾ 3 പാർട്ട് 1 ആണോ? അല്ല, പാർട്ട് സി രണ്ടാമത്തെ വീഡിയോ. മൊഡ്യൂൾ 3 രണ്ടാമത്തെ പാർട്ടിലത്തെ പാർട്ട് സി അല്ലെ? അതേ, സിംപ്ലി സർ. നോക്കട്ടെ. മൊഡ്യൂൾ 3 പാർട്ട് 2. പാർട്ട് സിയിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണോ? അതെ സാർ. ഈ ക്വസ്റ്റ്യനാ? സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 5 മീറ്റർ അല്ലെ? ഓക്കെ, അതിൽ എന്തായിരുന്നു ഡൗട്ട്? മൂവ്മെന്റ് ബിറ്റ്വീൻ എ ആൻഡ് സി കണ്ടുപിടിക്കുന്ന അത് കറക്റ്റ് മനസ്സിലായി. മനസ്സിലായില്ല, ഒന്നുകൂടി പറയുന്നത് സൗണ്ട് ക്ലിയർ ആവുന്നില്ല. മൂവ്മെന്റ് ഓഫ് ഏരിയ അബൌട്ട് എയുടെയും ബെൻഡിങ് മൂവ്മെന്റ് ബിറ്റ്വീൻ എ ആൻഡ് സിയുടെ ഏരിയ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും വായിച്ചു നോക്കിട്ടോ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 5 meter carries a central point load of 30 kilonewton. Find the maximum slope and maximum deflection in the beam using moment area method. അല്ലെ? അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. അപ്പൊ അതിനകത്ത് വന്നിട്ടുള്ള സ്പാൻ അല്ലെങ്കിൽ ബീമിന്റെ സ്പാന് 5 മീറ്റർ ആണ്. പിന്നെ ബീമിൽ വരുന്ന ലോഡ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്യാരീസ് എ സെൻട്രൽ പോയിന്റ് ലോഡ് ഓഫ് 30 kilonewton അല്ലെ? ഈ ബീമിനകത്ത് ഒരു പോയിന്റ് ലോഡ് ഉണ്ട് 30 kilonewton. 30 kilonewton. അത് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഫൈൻഡ് ദ മാക്സിമം സ്ലോപ്പും അതുപോലെ തന്നെ മാക്സിമം ഡിഫ്ലക്ഷനുമാണ് അല്ലെ? ക്വസ്റ്റ്യനിൽ ഇഐയുടെ വാല്യൂ 4200 ആണ് തന്നിട്ടുള്ളത്. ഇത്രയും ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് യൂസിങ് മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് ലോഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ബെൻഡിങ് വരുന്നത് എന്നുള്ളത് ആദ്യം അറിയണം അല്ലെ? ബെൻഡിങ്ങിന്റെ പ്രൊഫൈല് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇതുപോലെ ഒരു പോയിന്റ് ലോഡ് വരുമ്പോൾ എങ്ങനെ അത് ബെൻഡ് ചെയ്യാം? അപ്പൊ ഇങ്ങനെയാണ് ആദ്യം ബീം ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ബെൻഡിങ് വരിക ഈ രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഇതില് ഡിഫ്ലക്ഷൻ അല്ലെ? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു അല്ലെ? ഒന്ന് ഡിഫ്ലക്ഷൻ ആണ്. എന്താ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? ബീമിന്റെ ഡിഫ്ലക്ഷൻ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? ഈ ബീമിൽ ഇപ്പൊ ഇവിടെ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ബീം
മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബീം കുറച്ച് താഴ്ന്നു പോയി അല്ലെ. അപ്പൊ ആ താഴ്ന്നു പോയതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ, ഏറ്റവും കൂടുതൽ താഴ്ന്നത് എവിടെയാണ്? ഈ ബീമിന് എവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ബാധിച്ചത്? എവിടെ വന്ന് എല്ലാ പോയിന്റിൽ നിന്ന് അനലൈസ് ചെയ്ത് നോക്ക്. അപ്പൊ ഇവിടെ ബീം താന്നിട്ടുണ്ടോ? ഇല്ല. ഈ രണ്ട് എൻഡിലും താന്നിട്ടില്ല അല്ലെ. മാക്സിമം ഡിഫ്ലക്ഷൻ വന്നത് എവിടെയാണ്? ഇവിടെ അല്ലേ, സെന്ററിലല്ലേ. അപ്പൊ ഇതാണ് ഡിഫ്ലക്ഷൻ വന്നിട്ടുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഡിഫ്ലക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് y എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്, y. അപ്പൊ ഇതാണ് y മാക്സ്. അപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ YC ആണ് മാക്സിമം ഡിഫ്ലക്ഷൻ. പിന്നെ YA അതുപോലെ YB എന്താണ് വാല്യൂ? അത് 0 ആണ്. അവിടെ ഡിഫ്ലക്ഷൻ ഇല്ല, കാരണം സപ്പോർട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഒന്ന് അത് മനസ്സിലാക്കി വെക്കുക. ഡിഫ്ലക്ഷന്റെ കേസിൽ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി സ്ലോപ്പ് അല്ലെ, എന്താ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിഫ്ലക്ഷൻ പ്രൊഫൈലിൽ നിന്ന് നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരുന്നത്? ഞാൻ ഡിഫ്ലക്ഷൻ പ്രൊഫൈൽ ഒന്നുകൂടി വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന ബീം എന്തായിട്ടുണ്ട്? ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തു അല്ലെ. അപ്പൊ ഈ ഒരു കർവിൽ നമ്മൾ സ്ലോപ്പ് മീൻസ് സ്ലോപ്പ് അല്ല, കർവിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഓരോ പോയിന്റിലും നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെന്ന് കരുതിപ്പോ ഇവിടെ നമ്മളൊരു ടാൻജന്റ് വരച്ചു. ഇവിടെ നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? ഇതിങ്ങനെ പോവാ അല്ലെ. പിന്നെ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? അതിങ്ങനെ പോവും. ഇവിടെ ആണെങ്കിലോ ഇങ്ങനെ പോവും. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വരും അല്ലെ. അപ്പൊ ഇതിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ടാൻജന്റ് ഹൊറിസോണ്ടൽ അല്ലെ, ഈ ഒരു ബീമിന്റെ ഇനീഷ്യൽ പൊസിഷൻ ഇങ്ങനെയല്ലേ കിടക്കുന്നത്, അതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയാ, ടാൻജന്റ്. അപ്പൊ അത് എപ്പോഴാണ് മാക്സിമം, അല്ലെങ്കിൽ എവിടെയാണ്, ഏത് പോയിന്റിലാണ് മാക്സിമം വരുന്നത്? ഇപ്പൊ നോക്ക്, ഈ സെന്ററിൽ ലൈൻ ഇങ്ങനെ പോകുന്നത്, ബീമിന്റെ ഇനീഷ്യൽ പൊസിഷൻ ലൈൻ ഇങ്ങനെ പോകുന്നത്, അത് നമ്മൾ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ സ്ലോപ്പ് 0 ആണ്. ഇനി അത് മാക്സിമം എവിടെ വരുന്നത്? മാക്സിമം സ്ലോപ്പ് എവിടെ വരുന്നത്? നമ്മൾ ടാൻജന്റ് ഇങ്ങനെ വരയ്ക്കുന്ന ഈ എൻഡിൽ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ പോവാം അല്ലെ. അവിടെയാണ് മാക്സിമം സ്ലോപ്പ് വരുന്നത്. കിട്ടിയോ? ഈ ഒരു തീറ്റ അത് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലുമാണ് മാക്സിമം സ്ലോപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ സ്ലോപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. അപ്പൊ തീറ്റ എയും തീറ്റ ബിയും ആണ് എന്ത്? മാക്സിമം. അപ്പൊ ഈ രണ്ട് വാല്യൂസ് ആണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണോ? ഡിഫ്ലക്ഷനും ഇതുപോലെ സ്ലോപ്പും. ഇതിപ്പോ പറഞ്ഞത് ഇനി പറയണോ? ഓക്കെ. അപ്പോ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്ലോപ്പ് കാണാം അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ സ്ലോപ്പ് കാണാം? മൊമെന്റ് ഏരിയ മെത്തേഡ് പ്രകാരം എന്താ പറഞ്ഞില്ല, മൊമെന്റ് ഏരിയ എബൌട്ട് എ അല്ലെ, എ എക്സ് ബാർ ആണ് നമ്മൾ അവിടെ കാണേണ്ടത്. എ എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുക സ്ലോപ്പ്? ആരെങ്കിലും ഒന്ന് പറയോ? ആദ്യം നമുക്ക് ഡിഫ്ലക്ഷൻ നോക്കാം. ഇപ്പൊ ഡിഫ്ലക്ഷൻ എന്താ? ഡിഫ്ലക്ഷൻ അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ. ഓക്കെ, മൊമെന്റ് ഏരിയ മെത്തേഡ് പ്രകാരമുള്ള ഡിഫ്ലക്ഷൻ എന്താ പറയുന്നത്? YC അല്ലെ, സി എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ പറഞ്ഞത് മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു. അല്ലെ. അപ്പൊ YC എങ്ങനെ പറഞ്ഞു? മൊമെന്റ് ഏരിയ മെത്തേഡ് പ്രകാരം പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 1/EI അല്ലെങ്കിൽ EI കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തിനാ നമ്മൾ EI കൊണ്ട് ഡിവൈഡ് ചെയ്യാം? മൊമെന്റ് ഓഫ് ഏരിയ എബൌട്ട് എ. മൊമെന്റ് ഓഫ് ഏരിയ എബൌട്ട് എ. ഓക്കെ, മൊമെന്റ് ഓഫ് ഏരിയ എബൌട്ട് എ കിട്ടണം. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയണം? അതിൽ AX ബാർ അറിയണം അല്ലെ. അപ്പൊ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് അത് ആദ്യം അറിയണം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ഏരിയ അബൌട്ട് എ അറിയണം അല്ലെ. എന്തിന്റെ മൊമെന്റ് ഓഫ് ഏരിയ ആണ് നമ്മൾ അവിടെ പറയുന്നത്? ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ് അല്ലെ. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ മൊമെന്റ് ഓഫ് ഏരിയ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആദ്യം അതിന്റെ ഏരിയ അറിയണ്ടേ, അല്ലെങ്കിൽ ആദ്യം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒന്ന് വരച്ചു നോക്ക്. ഇപ്പൊ തന്നിരിക്കുന്ന ഈ ഒരു ഡീറ്റെയിൽ വെച്ചിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒന്ന് വരച്ചു നോക്ക്. എങ്ങനെ വരിക ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം?
വരച്ചു നോക്കുന്നുണ്ടോ നിങ്ങള്? അങ്ങനെ വരും. എന്ത് ഷേപ്പാ വരിക ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം? ഒരു സെക്കൻഡ്, ഞാൻ ആ പെന്നിന് ചാർജ് ചെയ്യാൻ വെച്ചതാണ്. പെന്നിൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എഴുതാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ട്രയാങ്കിൾ അല്ലേ വരിക? ട്രയാങ്കിൾ വരും. ആ ട്രയാങ്കിളിന്റെ ഓർഡിനേറ്റ്സ് എന്തൊക്കെ വരിക? ഏറ്റവും സെൻട്രൽ പോയിന്റിൽ മാക്സിമം വാല്യൂ എന്താ വരിക? WL/4 അല്ലേ? പോയിന്റ് ലോഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ WL/4 ആണ് നമുക്ക് ആ വാല്യൂ വരിക. അപ്പൊ അതിൽ ഡബ്ല്യൂയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? 30 kN ആണ്. പിന്നെ ലെങ്ത് നമുക്ക് 5 മീറ്റർ ആണ് അല്ലെ? അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, നോക്ക്. ഇങ്ങനെ നമ്മുടെ ബീം കിടക്കുന്നത്. അപ്പൊ അതിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഏറ്റവും സെൻട്രലിൽ മാക്സിമം വാല്യൂ വരും. അതൊരു ട്രയാങ്കിൾ ആണ് വരിക. അപ്പൊ ഈ ഒരു കോർഡിനേറ്റ് ഇതിൽ മാക്സിമം വാല്യൂ നമ്മൾ പറഞ്ഞത് WL/4 ആണ്. WL/4 എന്ന് പറയുമ്പോൾ 30 × 5/4 വരും അല്ലെ? അപ്പൊ അത് വാല്യൂ എനിക്ക് തോന്നുന്നു വരുന്നത് 37.5 kN ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോ പോയിന്റുകൾ ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട്, A, B ആൻഡ് C. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. റെഡി അല്ലേ? ഇനി ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബിറ്റ്വീൻ A ആൻഡ് C ആണ് കാണേണ്ടത് അല്ലെ? എന്റെയും സിന്റെയും ഇടയിലുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആണ് കാണേണ്ടത്. അതാണോ ഡൗട്ട് ചോദിച്ചത്? നിഖിലാണോ ചോദിച്ചത്? എന്ത് ആരെയും ചോദിച്ചിരുന്നു? അർജുനോ? അഖിൽ അല്ലെ? അതാണോ ഡൗട്ട്? ഓക്കെ, നോക്ക്. എയുടെ സിയുടെ ഇടയിൽ ഇതല്ലേ? ഇതാണ് പോയിന്റ് A, ഇതാണ് C. അപ്പൊ നമുക്ക് ഇത്രയും ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ആ ഏരിയ എത്ര കിട്ടും? ടോട്ടൽ ഏരിയന്റെ പകുതി ഉണ്ടാവും. ഓക്കെ ആണോ? വാല്യൂ എന്ത് വരും? അല്ലെങ്കിൽ എഴുതാം, ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബിറ്റ്വീൻ A ആൻഡ് C. A ആൻഡ് സിയുടെ ഇടയിൽ വരുന്നുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ഇതെത്ര വരുന്നിട്ടുള്ളത്? നമ്മുടെ മൊത്തം സ്പാനിന്റെ പകുതി ഉണ്ടാവും അല്ലെ? അപ്പൊ ഇത് മൊത്തം 5 മീറ്റർ ആയിരുന്നു. അപ്പൊ ബാക്കി എത്ര ഉള്ളത്? പകുതി. അതിന് 2.5 ഉണ്ടാവും. പിന്നെ ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണത്? 37.5 തന്നെയാണ് അല്ലെ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടൂടെ? ഏരിയ ഈക്വൽ ടു 1/2 × 2.5 × 37.5. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 46.875 kN/m². ഇതാണ് അതിന്റെ ഏരിയ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിപ്പോ അവിടെ ഏരിയ അല്ല കൊടുക്കേണ്ടത്, എന്താണ്? മൊമെന്റ് ഓഫ് ഏരിയ ആണ്. മൊമെന്റ് ഓഫ് ഏരിയ എബൌട്ട് എ അല്ലെ? മൊമെന്റ് ഓഫ് ഏരിയ എബൌട്ട് എ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മൊമെന്റ് ഓഫ് ഏരിയ എബൌട്ട് എ എക്സ് ബാർ കാണണം. ഓക്കെ അല്ലെ? എ എക്സ് ബാർ, എ ഇൻറ്റു എക്സ് ബാർ ആ കാണേണ്ടത്. അപ്പൊ എക്സ് ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? എബൌട്ട് എ ആണ് പറഞ്ഞത് അല്ലെ? എബൌട്ട് എ എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ഈ ഒരു ഏരിയയുടെ സെന്റോടിക്കുള്ള ദൂരം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പൊ അതാണ് എക്സ് ബാർ. ഇത് മനസ്സിലായോ? അപ്പൊ എങ്ങനെ കിട്ടും? A × എക്സ് ബാർ എന്ന് പറയുമ്പോൾ നോക്ക്, ഏരിയ ഇപ്പൊ നമുക്ക് കിട്ടി അല്ലെ? 46.875 ഏരിയ ആയിട്ടുണ്ട്. ഇനി എക്സ് ബാർ എങ്ങനെ കാണാം? ബേസിക് കാര്യമാണ് അല്ലെ? ഒരു ട്രയാങ്കിള്, ഇത്തരത്തിലൊരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് എയും ഈ സൈഡ് ബിയും ആണെങ്കിൽ ഇവിടെയാണ് അതിന്റെ ഏകദേശം സെന്ററോഡ് ഉണ്ടാവുക. സെന്ററോഡ്. ഓക്കെ, അപ്പൊ അത് ഇവിടെ നിന്ന് ഈ ഒരു ലെഫ്റ്റ് എൻഡിൽ നിന്ന് എത്ര ഉണ്ടാവും? ഈ സെന്ററോഡിക്കുള്ള ദൂരം ലെഫ്റ്റ് എൻഡിൽ നിന്ന് 2/3 A യും ബാക്കി ഇവിടുന്ന് റൈറ്റ് എൻഡിൽ നിന്ന്
1/3 AU ആണ് ഉണ്ടാവുക. ഓക്കെ ആണോ? നിങ്ങൾക്ക് റെഡ് കളർ കൊണ്ട് എഴുതുമ്പോൾ കാണുന്നില്ല സ്ക്രീന്, വൈറ്റ് കൊണ്ട് തന്നെ എഴുതണോ? ക്ലാരിറ്റി കുറവുണ്ടാവും. വായിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 2/3 ആണ്. ഒന്നുമില്ല, നമുക്ക് ടോട്ടൽ ലെങ്ത്തിന്റെ 2/3 ആണ് വരിക. എന്ത്? ലെഫ്റ്റ് എൻഡിൽ നിന്നുള്ള സെന്റോറിയൽ ഡിസ്റ്റൻസ്. നമുക്ക് ഇങ്ങനെ ട്രയാങ്കിള്, ഇത് മൊത്തം 6 മീറ്റർ ആണെന്ന് കരുതുക. ഇത് 6 മീറ്റർ ആണ്. അങ്ങനെ ഇതിന്റെ സെന്റോറിക്കുള്ള ദൂരം ലെഫ്റ്റ് എൻഡിൽ നിന്ന് എത്ര ഉണ്ടാവും? അതുപോലെ ഇവിടുന്ന് എത്ര ഉണ്ടാവും? ഈ 6ന്റെ 2/3 ഭാഗം ഉണ്ടാവും അല്ലെ? 6 × 2/3 ചെയ്താൽ മതി. അതുപോലെ ഇവിടെ എത്ര ഉണ്ടാവും? 6 × 1/3 എന്ന് പറഞ്ഞാല് ഇവിടെ എത്ര ഉണ്ടാവും? 2 മീറ്റർ ഉണ്ടാവും. ഇവിടെ 4 മീറ്റർ ഉണ്ടാവും. സംഗതി മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ആ കൺസെപ്റ്റ് ആണ് ഇവിടെ വെക്കുന്നത്, എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സ് ബാർ നമുക്ക് ഇനി എങ്ങനെ കിട്ടും? നിങ്ങളൊന്ന് പറയും, എക്സ് ബാറിന്റെ വാല്യൂ ഇവിടെ പറയും. എത്ര വരിക? 2/3 × 2.5. അതെ, അത് പറയാനാണ് ഇപ്പൊ ഇത്രയും കാര്യം പറഞ്ഞത്. 2/3 × 2.5. അപ്പൊ അത് ചെയ്യുമ്പോൾ വാല്യൂ 78.125 kN/m³ കിട്ടും. അപ്പൊ എക്സ് ബാർ കിട്ടി. ഓക്കെ അല്ലേ? എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഏരിയ അബൌട്ട് എ കിട്ടിക്കഴിഞ്ഞു. ഇനി YC കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ കിട്ടിയ വാല്യൂനെ EI കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, YC ഈക്വൽ ടു പറഞ്ഞത് മാറിപ്പോയോ? ഇല്ല, റെഡിയാണ്. YC ഈക്വൽ ടു ഇപ്പൊ കിട്ടിയ ഏരിയ, മൊമെന്റ് ഓഫ് ഏരിയ 78.125 ഡിവൈഡഡ് ബൈ EI. EI നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 78.125 ഡിവൈഡഡ് ബൈ 4200 അല്ലെ? അപ്പൊ ആ വാല്യൂ വന്നിട്ടുള്ളത് 0.0186 മീറ്റർ ആണ്. അപ്പൊ അതിനെ വേണമെങ്കിൽ മില്ലിമീറ്റർക്ക് മാറ്റിയിട്ട് എഴുതാം. അപ്പൊ അതിനെന്ത് ചെയ്യാം? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 mm എന്ന് കിട്ടും. 18.6 mm എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഡിഫ്ലക്ഷൻ കിട്ടുക. ഓക്കെ അല്ലെ? ഇനി നമുക്ക് സ്ലോപ്പ് കിട്ടണം. സ്ലോപ്പ് എങ്ങനെ കിട്ടുക? സ്ലോപ്പ് ഇതുപോലെ തന്നെ 1/EI ഓഫ് ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബിറ്റ്വീൻ A ആൻഡ് C ആണ്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, അവിടെ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എടുത്താൽ മതി. ഏതില്? സ്ലോപ്പ് കാണുമ്പോ. സ്ലോപ്പിന്റെ കേസിൽ 1/EI ഇൻറ്റു ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബിറ്റ്വീൻ A ആൻഡ് C. നേരത്തെ ഡിഫ്ലക്ഷൻ കണ്ട സമയത്ത് എന്തായിരുന്നു മാറ്റം? ഇവിടെ മൊമെന്റ് ഓഫ് ഏരിയ ആയിരുന്നു. ആ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ ഡിഫ്ലക്ഷന്റെ കേസിൽ. അപ്പൊ ഇനി ഇവിടെ നോക്ക്, എന്താ വരിക? 1/EI ഇൻറ്റു ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും അല്ലെ? എത്രയാണ്? 46.875. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ലോപ്പിന്റെ മാക്സിമം വാല്യൂ കിട്ടും. ഇത് എത്രയായിരുന്നു? 4200 അല്ലേ? അപ്പൊ 46.875 ഡിവൈഡഡ് ബൈ 4200 ചെയ്യാം. അപ്പൊ നമുക്ക് 0.0116 റേഡിയൻസിലാണ് കേട്ടോ കിട്ടുക. റേഡിയൻസിലാണ് വാല്യൂ ഫൈനൽ കിട്ടുക. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് തീറ്റ അല്ലെങ്കിൽ സ്ലോപ്പ്. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഓക്കെ, ഇവന് അഖിലിന് റെഡി ആയോ? ഓക്കെ, ഓക്കെ. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ടുള്ള ഏതാ? നമുക്കിനി 12 മിനിറ്റും കൂടെ ഉള്ളൂ. ചോദിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. ഏതാ ഉള്ളത്? സാറേ മൊഡ്യൂൾ 2 പാർട്ട് ബിയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം പറഞ്ഞത് മൊഡ്യൂൾ 2 പാർട്ട് ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ?
ആ ലോങ് കോളം അതൊന്ന് പറഞ്ഞു. മൊഡ്യൂൾ 2 പാർട്ട് ബിയില് ഈ ക്വസ്റ്റ്യൻ ആണോ പറഞ്ഞേ? ലോങ് കോളം സോളിഡ് സർക്കുലർ സെക്ഷൻ. ഓക്കെ, അതില് എവിടെയായിരുന്നു ഡൗട്ട് ഉള്ളത്? എന്തായിരുന്നു ഇതിന്? ഇതിലാ ഇക്വേറ്റ് ചെയ്തില്ലേ? ആ സാർ ഫുള്ളൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഇപ്പൊ ഇതില് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ലോങ് കോൾ ഉണ്ട്, അതിന് സോളിഡ് സർക്കുലർ സെക്ഷൻ ആണ്. ഇപ്പൊ ഉള്ളത് സോളിഡ് സർക്കുലർ സെക്ഷൻ ആണ് അല്ലെ? അപ്പൊ അതില് അതിന്റെ ഡയാമീറ്റർ 250 mm ഡയാമീറ്റർ ആണ്. ഇറ്റ് ഹാസ് ദ സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദാറ്റ് ഓഫ് എ ഹോളോ സർക്കുലർ സെക്ഷൻ ഓഫ് തിക്നെസ് 40 mm. If all other parameters are same for both columns, find the ratio of crippling load of solid section to that of hollow section. അല്ലെ? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? നമുക്ക് രണ്ട് കോളങ്ങളുണ്ട്. ഇപ്പൊ ഒരു സോളിഡ് കോളം ഉണ്ട് അല്ലെ? ഫസ്റ്റ് സോളിഡ് സർക്കുലർ സെക്ഷൻ ആണ്. സോളിഡ് എന്ന് പറയുമ്പോൾ ആ കോളത്തിന്റെ ക്രോസ് സെക്ഷൻ ഇതുപോലെ ഉണ്ടാവുക, അതായത് ഫുൾ ആയിട്ട് മെറ്റീരിയൽ ഉണ്ടാവും അല്ലെ? പിന്നെ അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ ഉണ്ട്. ഹോളോ സർക്കുലർ സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫുൾ ആയിട്ട് മെറ്റീരിയൽ ഉണ്ടാവില്ല, ചെറിയൊരു തിക്നെസ്സിൽ മാത്രമേ മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൈപ്പ് കാര്യങ്ങളൊക്കെ അല്ലെ, ട്യൂബ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? കോളത്തിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ട്യൂബ്സ് കാര്യങ്ങൾ അല്ലെ, സർക്കുലർ ട്യൂബ് ഉണ്ട്, അതുപോലെ റെക്ടാങ്കുലർ ഹോളോ സെക്ഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള സെക്ഷൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? നമുക്ക് ഈ രണ്ട് കേസിലും ഏരിയ സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞേ? എ ലോങ് കോളം ഓഫ് സോളിഡ് സർക്കുലർ സെക്ഷൻ. ആദ്യത്തിന്റെ ഡയാമീറ്റർ വന്നിട്ടുണ്ട്, സോളിഡിന്റെ ഡയമീറ്റർ 250 ആണ്. അതുപോലെ തന്നെ ഹോളോ സെക്ഷന്റെ തിക്നെസ് അല്ലെ, ഈ മെറ്റീരിയലുള്ള തിക്നെസ് എത്ര പറഞ്ഞത്? അത് 40 mm ആണ്. പിന്നെ രണ്ടിന്റെയും ഏരിയ സെയിം ആണ്, ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ സെയിം ആണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ക്രിപ്ലിംഗ് ലോഡ് ഓഫ് സോളിഡ് സെക്ഷൻ ടു ദാറ്റ് ഓഫ് ഹോളോ സെക്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെക്ഷന്റെയും ക്രിപ്ലിംഗ് ലോഡ് അല്ലെ, അതായത് ആ ഒരു കോളത്തിന് താങ്ങാൻ പറ്റുന്ന ലോഡ് എന്ന് തന്നെ അതിൽ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ആ കോളത്തിൽ താങ്ങാൻ പറ്റുന്ന ലോഡിന്റെ റേഷ്യോ എങ്ങനെ വരുന്നത്? അതായത് സോളിഡ് സെക്ഷന്റെ താങ്ങാൻ പറ്റുന്ന ലോഡ് ഡിവൈഡ് ബൈ ഹോളോ സെക്ഷന്റെ താങ്ങാൻ പറ്റുന്ന ലോഡ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ ലോഡ് താങ്ങാൻ പറ്റുക? ഏതിനായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏരിയ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഏരിയ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഏരിയ സെയിം ആണെന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു ഉദ്ദേശം എന്താണ്? ഇവിടെ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ എന്തിന് ഈക്വൽ ആണ്? ഇവിടെ ഷെയ്ഡ് ചെയ്ത ഏരിയക്ക് ഈക്വൽ ആണ് അല്ലെ? ഹോളോ സെക്ഷന്റെ ഷെയ്ഡ് ചെയ്ത ഏരിയക്ക് ഈക്വൽ ആണ്. അപ്പൊ ഹോളോ സെക്ഷൻ നമുക്ക് ഇത്രയും ഭാഗത്ത് എന്തില്ല? മെറ്റീരിയൽ ഇല്ല, ഉള്ളിൽ ഹോളോ ആണ് അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഏരിയ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടുന്ന ഏരിയ വെച്ചിട്ട് നമുക്ക് ഡയാമീറ്റർ കാര്യങ്ങൾ കൂട്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും ഹോളോ സെക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോളോ സെക്ഷനിലാണ് കൂടുതൽ എന്ത് ചെയ്യാം? ലോഡ് താങ്ങാൻ പറ്റുക. അതായത് നമുക്ക് നോക്കാം ഏതിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്രിപ്ലിംഗ് ലോഡാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ? ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുമ്പോൾ നമുക്കത് രണ്ട് വെച്ചിട്ടും ചെയ്യാം അല്ലെ? നമുക്ക് ഓയിലേഴ്സ് മെത്തേഡും ഉണ്ട്, റാങ്കിൻസ് മെത്തേഡും ഉണ്ട്. പക്ഷെ റാങ്കിൻസ് മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു കോൺസ്റ്റന്റ് കാര്യങ്ങളൊക്കെ തരണം. ശരിക്കും തരേണ്ട ആവശ്യമില്ല, ഇവിടെ പാരാമീറ്റേഴ്സ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും യൂളേഴ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, യൂളേഴ്സ് അല്ലെങ്കിൽ ഓയിലേഴ്സ് മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ഒന്ന് എടുത്ത് എഴുതുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ, 7 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, നോക്ക് ഫസ്റ്റ് സോളിഡ് സെക്ഷൻ. ഇത് സോളിഡ് ആണ്, അതിന്റെ ഏരിയ ഡയാമീറ്റർ 250 ആണ്. മറ്റേത് എന്താണ്? ഹോളോ സെക്ഷൻ ആണ്. ഹോളോ സെക്ഷന്റെ തിക്നെസ് നമുക്ക് 40 വന്നിട്ടുണ്ട് അല്ലെ? അപ്പോ ഡയാമീറ്റർ, എക്സ്റ്റേണൽ ഡയാമീറ്റർ നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് എടുത്തു, ഇന്റേണൽ ഡയാമീറ്ററിനെ സ്മോൾ ലെറ്റർ ഡി എന്ന് എടുത്തു. ഓക്കെ അല്ലെ? അപ്പൊ രണ്ടിന്റെ ഏരിയ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം റിലേഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ സോളിഡ് സെക്ഷന്റെ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും? ഏരിയ ഓഫ് സോളിഡ് സെക്ഷൻ, സർക്കുലർ സെക്ഷന്റെ ഏരിയ 5/4 d² ആണ് അല്ലെ? അപ്പൊ ഇവിടെ 5/4 × 250². അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ കാണേണ്ട ആവശ്യമില്ല, ഇത് ഇവിടെ ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ഹോളോ സെക്ഷന്റെ ഏരിയ
ഹോളോ സെക്ഷന്റെ ഏരിയ എന്താ വരിക 5/4 ഇൻറ്റു എക്സ്റ്റേണൽ ഡയാമീറ്റർ സ്ക്വയർ മൈനസ് ഇന്റേണൽ ഡയാമീറ്റർ സ്ക്വയർ അല്ലെ. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, ഈ ഒരു ഹോളോ സെക്ഷന്റെ തിക്നെസ് 40 ആണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ തിക്നെസ് 40 ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഈ ഒരു ഇന്റേണൽ ഡയമീറ്ററിന് റിലേഷൻ ഉണ്ടാക്കിക്കൂടെ. ഇന്റേണൽ ഡയമീറ്റർ എന്ത് വരും അല്ലെ, എക്സ്റ്റേണൽ ഡയമീറ്ററിൽ നിന്ന് ഇവിടെ ഒരു 40 കുറയ്ക്കുക, ഇവിടെ നിന്ന് ഒരു 40 കുറയ്ക്കുക. ഓക്കെ അല്ലെ. രണ്ട് സൈഡിൽ നിന്ന് 40 കുറയ്ക്കുമ്പോൾ എത്ര ബാക്കി ഉണ്ടാവുക, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും കൂടി 40 പോകുമ്പോൾ ടോട്ടൽ ആയിട്ട് 80 പോകും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, ഇന്റേണൽ ഡയമീറ്റർ ഈക്വൽ ടു എക്സ്റ്റേണൽ ഡയമീറ്റർ മൈനസ് 80 എന്ന് എഴുതിക്കൂടെ. ഓക്കെ അല്ലെ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം. 5/4 ഇൻറ്റു ഡി സ്ക്വയർ എക്സ്റ്റേണൽ ഡയമീറ്റർ മൈനസ് സ്മോൾ ഡിക്ക് അല്ലെങ്കിൽ ഇന്റേണൽ ഡയമീറ്ററിന് പകരം ഇത് കൊടുക്കുക, ഡി മൈനസ് 80 സ്ക്വയർ കൊടുക്കുക. ഓക്കെ അല്ലെ. അപ്പൊ അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുക, തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക അല്ലെ. ഏരിയ ഓഫ് സോളിഡും ഏരിയ ഓഫ് ഹോളോ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈക്വൽ ടു ഇത് എന്ന് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും, 5/4 ഇൻറ്റു 250 സ്ക്വയർ ഈക്വൽ ടു 5/4 ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് ഡി മൈനസ് 80 സ്ക്വയർ അല്ലെ. ഈ 5/4ഉം ഈ 5/4ഉം കട്ട് ചെയ്ത് പോകും. ബാക്കി ഇനി ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, ഇവിടെ 250 സ്ക്വയർ ഉണ്ട്. ഇപ്പുറത്ത് എന്താ ഉള്ളത്, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ ഉണ്ട് മൈനസ് ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരിക, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലല്ലേ ഉള്ളത്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. ഈ ഫോമിൽ അത് ചെയ്യാം. ഇപ്പൊ എന്ത് വരും, ഡി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 80 അല്ലെ. 2 ഇൻറ്റു 80 വരുമ്പോൾ 160. 160 ഇൻറ്റു ഡി പ്ലസ് 80 സ്ക്വയർ ഇങ്ങനെ കിട്ടും. ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതുമ്പോൾ ഡി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ പ്ലസ് 160 ഇൻറ്റു ഡി മൈനസ് 80 സ്ക്വയർ, ഇപ്പുറത്ത് 250 സ്ക്വയർ. ഈ ഡി സ്ക്വയർ കട്ട് ചെയ്ത് പോകും. ബാക്കി ഇനി എന്താ ഉള്ളത്, ഇപ്പുറത്ത് 160 ഇൻറ്റു ഡി എന്നുണ്ട്, ഇവിടെ എന്താ ഉള്ളത് 250 സ്ക്വയർ മൈനസ് 80 സ്ക്വയർ ഉള്ള ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 80 സ്ക്വയർ ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഡി ഈക്വൽ ടു എന്ത് വരും, 250 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ ബൈ 160. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡയാമീറ്റർ എക്സ്റ്റേണൽ ഡയാമീറ്റർ കിട്ടും 430.60 എന്ന് കിട്ടും. അത്രയും mm. ഓക്കെ. അപ്പൊ എക്സ്റ്റേണൽ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റേണൽ ഡയമീറ്റർ നമുക്ക് എങ്ങനെ കിട്ടുക, എക്സ്റ്റേണൽ ഡയമീറ്ററിൽ നിന്ന് 80 കുറച്ച് കഴിഞ്ഞാൽ അല്ലെ, രണ്ട് സൈഡിൽ 40 പോയി കഴിഞ്ഞാൽ ഇന്റേണൽ ഡയമീറ്റർ കിട്ടും മൈനസ് 80, 350.6 എന്ന് കിട്ടും. ഇത്രയും ഭാഗം ഓക്കെ ആണോ? കാരണം ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ ഇത് നമ്മൾ യൂസ് ചെയ്യും. അവിടെയാണ് ഈ ഒരു കേസിൽ മാറ്റം വരുന്നത് അല്ലെ. നമുക്കറിയാം ബേസിക് ഇക്വേഷൻ എന്താണ്, യൂളേഴ്സ് തിയറി പ്രകാരം ക്രിപ്ലിംഗ് ലോഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, യൂളേഴ്സ് തിയറി PCR ക്രിപ്ലിംഗ് ലോഡ് ഈക്വൽ ടു പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ LE സ്ക്വയർ അല്ലെ, എഫക്റ്റീവ് ലെങ്ത്തിന്റെ സ്ക്വയർ. അപ്പൊ നമുക്കിപ്പോ ചോദിച്ചിട്ടുള്ളത് സോളിഡ് സെക്ഷൻ ഡിവൈഡഡ് ബൈ ഹോളോ സെക്ഷൻ ആണ് അല്ലെ. അപ്പൊ സോളിഡ് സെക്ഷന്റെ ക്രിപ്ലിംഗ് ലോഡ് ഡിവൈഡഡ് ബൈ ഹോളോ സെക്ഷന്റെ ക്രിപ്ലിംഗ് ലോഡ്, ഇക്വേഷൻ എന്ത് വരും, സോളിഡ് സെക്ഷന്റെ കേസിൽ പൈ സ്ക്വയർ ഇൻറ്റു ഇ ഇൻറ്റു ഐ അല്ലെ, സോളിഡ് സെക്ഷന്റെ ഐ സെക്ഷൻ ഡിവൈഡഡ് ബൈ LE സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹോളോ സെക്ഷന്റെ കേസിൽ എന്ത് വരും, പൈ സ്ക്വയർ ഇൻറ്റു ഇ ഇൻറ്റു ഹോളോ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ LE സ്ക്വയർ. അപ്പൊ എല്ലാ പാരാമീറ്റേഴ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സെപ്റ്റ് ഡയാമീറ്ററും ഏരിയയും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതും കട്ട് ചെയ്ത് പോകും, ഇത് കട്ട് ചെയ്ത് പോകും, ലെങ്ത്തും കട്ട് ചെയ്ത് പോകും. ബാക്കി ഇനി എന്താ അതിലുള്ളത്, സോളിഡ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ ഹോളോ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ഇതിന്റെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ക്രിപ്ലിംഗ് ലോഡിന്റെ റേഷ്യോ കിട്ടും. ഓക്കെ ആണോ? ഇനി അത് കണ്ടെത്തിയാൽ മതി. അപ്പൊ അതെങ്ങനെ കിട്ടുക, പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോളിഡ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ
ഐ സോളിഡ് എന്താ വരിക? 5/64 ഇൻറ്റു ഡി സ്ക്വയർ ആണ് വരിക അല്ലെ? 5/64 ഇൻറ്റു ഡി സ്ക്വയർ. അപ്പൊ ഇത് ചെയ്യാം. അതേപോലെ ഹോളോ സെക്ഷന്റെ കേസിൽ എന്ത് വരും? ഹോളോ സെക്ഷന്റെ കേസിൽ 5/64 ഇൻറ്റു അല്ലെ d⁴ മൈനസ് d⁴ ആണ്. അപ്പോ 5/64 ഇൻറ്റു നമ്മളിപ്പോ പറഞ്ഞ ആ ഡയാമീറ്റേഴ്സ് ഇപ്പൊ കണ്ടെത്തിയില്ലേ? ആ ഡയാമീറ്റേഴ്സ് കൊടുക്കുക 350.6. അപ്പൊ അത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 9.46 ഇൻറ്റു 10⁸ എന്ന് ഇത് കിട്ടും. ഇവിടെ 1.92 ഇൻറ്റു 10⁸ എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യാം. ഐ സോളിഡ് ബൈ ഐ ഹോളോ ചെയ്യാം. ഇപ്പൊ കിട്ടിയ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1/5 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരിക. 1/4.9 ആ ഒരു വാല്യൂസ് ആണ് വരിക. ഓക്കെ, അപ്പോ ക്ലാസ് ഏകദേശം തീരാനായിട്ടുണ്ട്. 1 hour കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.